രാവിലെ ചായ കുടിക്കലൊക്കെ കഴിഞ്ഞ് ഇനി നമുക്ക് അടുത്തത് ഉച്ചക്കിലേക്കുള്ള ഫുഡൊക്കെ റെഡിയാക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ മീൻ കിട്ടിയിട്ടുണ്ട്. മീന് ഒരു വലിയ ഏട്ട ഇട്ടിട്ടുണ്ട് കേട്ടോ. എപ്പോഴും കിട്ടൂല, അതൊക്കെ എപ്പോഴെങ്കിലും കിട്ടുള്ളൂ. ഇവിടെ അധികം വല്ല കുഞ്ഞുമത്തിയും അതുപോലെ കുഞ്ഞായിലയും അല്ലെങ്കിൽ വല്ല കണമീനോ സൂതയൊക്കെ കിട്ടലുള്ളൂ. അപ്പൊ ഇവിടെ ഇന്ന് സ്പെഷ്യലായിട്ട് ഏട്ട മുളകിട്ടതൊക്കെ ഉണ്ടാക്കാന്ന് കരുതിയിട്ടുണ്ട്. കുറച്ച് കുഞ്ഞുമത്തികളും കൂടി ഉണ്ട് കേട്ടാ. അപ്പൊ ഏട്ടൊക്കെ ഇവിടെ നല്ലോണം കട്ട് ചെയ്തെടുക്കട്ടെ. ഏട്ടന്റെ മുകളിലൊരു വഴുക്കലാണ് അല്ലെ, അതൊക്കെ കട്ട് ചെയ്ത് റെഡിയാക്കി എടുത്തപ്പോ ശരിയായിട്ടോ. ഇനി അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളകും പൊടിയും അതുപോലെ ഫിഷ് മസാല പൗഡറും അതുപോലെ ജീരകപ്പൊടിയും കുറച്ച് പുളിവെള്ളം ഉപ്പൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് മസാല റെഡിയാക്കിയിട്ട് നമ്മൾ ഒക്കെ തേച്ച് പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. 2 തക്കാളി എടുത്തിട്ടുണ്ട്, അത് നല്ലോണം മിക്സിയിൽ അടിച്ചെടുക്കുക. ഇനി നമുക്ക് ഉലുവ പൊട്ടിച്ചിട്ട് വെളിച്ചെണ്ണയില് കറിവേപ്പിലയും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറിയുള്ളിയും വലിയുള്ളിയും കുറച്ച് അരിഞ്ഞത് നന്നായിട്ട് ചെറിയ കുണുകുണാക്കി അരിഞ്ഞത് അതും കൂടി നല്ലോണം വഴറ്റി കൊടുക്കുക. പിന്നെ ഉപ്പിട്ടിട്ട് നന്നായിട്ട് വന്നിട്ട് കുറച്ച് മൂത്ത് നല്ല വരണം കേട്ടോ ഉള്ളി. അതിന് ശേഷം പൊടി ഇട്ട് കൊടുക്കുക. ഇതിൽ മുളക് പൊടി, മഞ്ഞൾപ്പൊടിയും പിന്നെ അതുപോലെ ഫിഷ് മസാല, മല്ലിപ്പൊടി ഇട്ട് കൊടുക്കില്ല കേട്ടോ. മുളക് ഇട്ടതാണ് ഉണ്ടാക്കുന്നത്. ആ മല്ലിപ്പൊടി ഇട്ടാല് പിന്നെ നമുക്കൊരു വറ്റിച്ചതിന്റെ ടേസ്റ്റ് വരും. പിന്നെ തക്കാളി പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞിട്ടാണ് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. നല്ലോണം പുളിവെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് അടിപൊളിയാക്കിയിട്ട് നമുക്ക് ഉപ്പ് ഇട്ടിട്ട് നല്ലോണം തിളപ്പിച്ചെടുത്തതിന് ശേഷം മീൻ ഇട്ട് കൊടുക്കും. നല്ല അടിപൊളി മുളകിട്ട കറി ഇവിടെ റെഡി ആവും. പിന്നെ ലാസ്റ്റ് ആണ് ഞാൻ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുക കേട്ടോ. വെളിച്ചെണ്ണ കട്ട് ചെയ്തുകൊണ്ട് നല്ലോണം കുറച്ച് ബുദ്ധിമുട്ടിയിട്ടാണ് വരുന്നത് കേട്ടോ. അപ്പൊ ഏതായാലും നമ്മുടെ മീൻ മുളകിട്ടതൊക്കെ ഇവിടെ സെറ്റ് ആയി വരുന്നുണ്ട്. നല്ലോണം തിളച്ച് വരുന്നുണ്ട് കേട്ടോ. ഇപ്പൊ ഞാൻ പറയുമ്പോൾ കുറച്ച് സ്പീഡ് കൂടി, എത്ര സ്പീഡ് കൂട്ടിയാലും ഇതിന്റെ ഒപ്പം എത്താറില്ല. ഏതായാലും ലാസ്റ്റ് കുറച്ച് പെരുംജീരകപ്പൊടിയും ഒക്കെ ഇട്ടെടുത്ത് നമുക്ക് കറിവേപ്പിലയും അതുപോലെ വെളിച്ചെണ്ണയൊക്കെ ഇട്ടെടുത്തിട്ട് നമ്മളെ മീൻ മുളകിട്ടത് ഇവിടെ അടിപൊളിയായിട്ടുണ്ട്. ഇനി നമുക്ക് ക്യാരറ്റും കിഴങ്ങും വെച്ചിട്ട് ഉപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ചോറപ്പം വെന്തിട്ടുണ്ടായിരുന്നേ, ചോറപ്പം വേഗം പോയി വാർത്തു. ഇനി നമുക്ക് വേഗം മീനൊക്കെ ഒന്ന് ഫ്രഷ് ആയിട്ട് വന്നിട്ടുണ്ട്, നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. മസാല തേച്ച് നമുക്ക് ഫ്രൈ ചെയ്തെടുത്തപ്പോട്ടോ നല്ല സൂപ്പർ മീനായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇതൊക്കെ കഴിഞ്ഞപ്പം ഒരുപാട് പാത്രം ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് കഴുകി വെക്കാൻ പോയി. അതൊക്കെ കഴുകി അവിടെയൊക്കെ തുടച്ച് വൃത്തിയാക്കിയിട്ട് നമുക്ക് കുറച്ച് വെജിറ്റബിളിന്റെ വേസ്റ്റ് ഒക്കെ ഉണ്ട്, അത് ഞാനിവിടെ ഇട്ട് വെക്കുന്ന ഒരു ഇതുണ്ട് കേട്ടോ. ആ ഒരു ബോക്സിലാണ് ഇടുന്നത്. നമുക്ക് നല്ലൊരു വളമായിട്ട് മാറും. പുറത്തൊന്നും അങ്ങനെ എലി നിറഞ്ഞ് ശല്യം ചെയ്തുകൊണ്ട് ചീഞ്ഞ് കിടക്കുകയില്ല. അപ്പൊ അത് ആ ഒരു വേസ്റ്റ് ഒക്കെ എടുത്ത് എല്ലാം കഴിഞ്ഞ് ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ കുളിച്ച് റെഡിയായി ഇപ്പൊ ചോറ് കഴിക്കാണ്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ബൈ, അസ്സലാമു അലൈക്കും.